കാഫിറിൻ്റെയും മുഅ്മിനിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അശ്രദ്ധവാന്മാരായ നിസ്കാരക്കാർക്ക് സാഹൂൻ, അവരാണ് സാഹൂൻ എന്ന നിസ്കാരക്കാർ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവർക്ക് വൈൽ ഉണ്ട്. ആർക്കാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാവുക എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. ഏതായത്ത്? അറഅയ്ത സൂറത്തിൽ നിന്ന് കിട്ടും. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബിയെ, ദീനിനെ കളവാക്കുന്ന ആൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതാണ് അതിൻ്റെ അർത്ഥം. അറഅയ്ത, നിങ്ങൾ കണ്ടിട്ടില്ലയോ? അല്ലദീ, ഒരു ചങ്ങായിനെ, യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്ന ഒരു ചങ്ങായിയെ നബിയെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഫദാലികല്ലദീ യദുൽ യതീം, അവൻ യതീമിനെ ആട്ടിവിടുന്നവനാകുന്നു. ഒന്ന്, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാകുന്നു. രണ്ട്, നല്ല ശ്രദ്ധിച്ചോളിട്ടോ. ആർക്കാണ് നിസ്കാരത്തിൽ അശ്രദ്ധ വരാന്ന് ശരിക്ക് ഈ സൂറത്തുനിന്ന് കിട്ടും. നബിയെ, ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫദാലികല്ലദീ യദുൽ യതീം, ഒന്ന് യതീമിനെ ആട്ടിവിടുന്നവനാകുന്നു. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാകുന്നു. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ, ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവനാകുന്നു. വയംനഊനൽ മാഊൻ, നിത്യോപയോഗ വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവനാകുന്നു. ആർക്കാ നിസ്കാരത്തിൽ അശ്രദ്ധ വരാന്ന് അതിന് കിട്ടും. ഒന്നുകൂടിയും പറഞ്ഞുതരാം. നബിയെ, ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫദാലികല്ലദീ യദുൽ യതീം, ഒന്ന് യതീമിനെ ആട്ടിവിടുന്നവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ, ആളുകൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്. വയംനഊനൽ മാഊൻ, വീട്ടുപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവരാണ്. നാലാൾക്കാർക്കാണ് നിസ്കാരത്തിൽ അശ്രദ്ധ വരിക. ഒന്ന്, യത്തീമിനെ സംരക്ഷിക്കാത്തവൻ, യത്തീമിനെ ആട്ടിവിടുന്നവൻ. രണ്ടാമത്തേത്, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവൻ. ഫക്കീറിന് കൊടുക്കാൻ പ്രചോദനമില്ല, മിസ്കീനിന് കൊടുക്കാനാണ് പ്രചോദനമുള്ളത്. ഫക്കീറിന് കൊടുക്കൽ നിർബന്ധമുണ്ട് സക്കാത്ത്, പക്ഷെ സ്വതക്ക ഫക്കീറിന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാനീ പറയണത് എന്ന് വിചാരിക്കട്ടെ. സക്കാത്ത് നിർബന്ധമായ ദാനമാണ്, അത് ഫക്കീറിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വതക്കയോ ഹിബത്തോ ഹദിയോ കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്തൊന്നും എന്ത് പറഞ്ഞിട്ടില്ല, ഫക്കീറിനെ പറയില്ല. അവിടെയൊക്കെ മിസ്കീനെ പറയുള്ളൂ, അവിടെ ഒന്നും ഫക്കീറിനെ പറയില്ല. എന്തേ? ഫക്കീറല്ല, തീരെ ഇല്ലാത്തവൻ ഫക്കീർ തന്നെയാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ 10 ഉറുപ്പ്യൻ്റെ ആവശ്യമുണ്ട്, ഒറ്റ ഉറുപ്പ്യ ഇല്ലാത്തവനാണ് ആര്? ഫക്കീർ. എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതല്ല, 10 ഉറുപ്പ്യൻ്റെ ആവശ്യമുണ്ട്, 8 ഉറുപ്പ്യ ഉള്ള ആളാണ് മിസ്കീൻ. പക്ഷേ സ്വതക്ക കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനേ പറയുള്ളൂ. ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനാണ് പറയാ. ഹദിയ കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനാ പറയാ. ഹിബത്ത് കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനാ പറയാ. ഐച്ഛികമായ സുന്നത്തായ മുഴുവൻ ദാനങ്ങളും മിസ്കീനെ പറയുള്ളൂ. ഫക്കീറിന് നിർബന്ധമായും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സക്കാത്ത്. വേറെയുള്ളവർക്ക് എന്താ വ്യത്യാസം എന്ന് അറിയങ്ങൾ? വ്യത്യാസമുണ്ട്. അത് മനസ്സിലായാലേ മിസ്കീൻ്റെ ഭക്ഷണത്തിലെ അവകാശം എന്താണെന്ന് കിട്ടുള്ളൂ. വ്യത്യാസമുണ്ട്. എന്താ അറിയങ്ങൾ? ഫക്കീർ എന്ന് പറഞ്ഞാൽ അഭിമാനമില്ലാത്തവനാണ്. മിസ്കീൻ അഭിമാനമുണ്ടാവും. ഓന് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ, ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ബെൽറ്റിൻ്റെ കണ്ണി ഒന്നുകൂടി ടൈറ്റാക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഇടുകയുള്ളൂ, കുടിച്ചിട്ടില്ല എന്നൊരാളോട് പറയില്ല. അതാണ് മിസ്കീൻ. ഓനാണ് കൊടുക്കാൻ കൽപ്പനയുള്ളത്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അഭിമാനം ഉണ്ടാവില്ല, ഓ എരന്നിങ്ങനെ നടക്കും. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അലതി ഫതഹ അല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ. ഹബീബുനാ റസൂലുള്ളാഹി.
മൻ ഫതഹ അലാ നഫ്സിഹി, ഒരാൾ സ്വന്തത്തിൻ്റെ മേൽ തുറന്നാൽ, ബാബം മിനൽ മസ്അല, എരക്കലിൻ്റെ ഒരു വാതിൽ, സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ ഒരാൾ സ്വന്തത്തിൻ്റെ മേൽ തുറന്നാൽ, ഫതഹല്ലാഹു അലൈഹി സബഈന ബാബം മിനൽ ഫഖർ, അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ 70 വാതിൽ അവൻ്റെ നേരെ തുറന്നു വെക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എരക്കണോനെ എക്കാലത്തും എരക്കും. 25 വരുന്നുണ്ട്, നല്ലോണം ആലോചിച്ചോളൂ. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല BPL കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കണതെന്ന്. BPL കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കണതെന്ന് എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലായിട്ടില്ല. മുതലാളിയാകാനല്ലേ അപേക്ഷ കൊടുക്കേണ്ടത്? ഫക്കീർ ആവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ദരിദ്രനാണെന്ന് സ്ഥിരപ്പെടാൻ അപേക്ഷ കൊടുക്കണോ? ഞാൻ ധനികനാണെന്ന് സ്ഥിരപ്പെടുത്തല്ലേ വേണ്ടുള്ളൂ? നമ്മളെ മനസ്സ് പോലെയാണ് നമ്മളെ ജീവിതം ഉണ്ടാവുള്ളൂ. ഇരക്കണോന് എന്നും ഇരക്കും. അതാണ് വേണ്ടെന്ന് വെച്ച് നോക്കി, അള്ള വേറെ വാതിലാണ് തുറന്നു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വാതിൽ അടഞ്ഞിട്ടൊന്നുമില്ല. ഇരക്കണോ എന്നും ഇരന്നുകാണ്ടും അപേക്ഷ കൊടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. മൻ ഫതഹ അലാ, ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിന്റെ ഇൽമാണ്, തെറ്റൂല. വഹയിന്റെ ഇൽമാണത്. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അല, സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ ഒരാൾ തൻ്റെ സ്വന്തത്തിൻ്റെ മേൽ തുറന്നാൽ, ഫതഹല്ലാഹു അലാ നഫ്സിഹി അലാ ഫതഹല്ലാഹു അലൈഹി സബഈന ബാബം മിനൽ ഫഖർ, അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ ഫഖീർ തരത്തിൻ്റെ 70 വാതിൽ അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കും. കൂടെ പോയാലും ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. എന്തേ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയായതിൻ്റെ പിന്നിലെ കാരണം? ഓനെന്താ ഒന്ന് വലുതായി ചിന്തിച്ചാൽ, ഓനെന്താ ഒന്ന് നേരങ്ങത്തിൽ ചിന്തിച്ചാൽ, അപ്പോൾ ഫക്കീറിന് കൊടുക്കുക എന്ന് പറഞ്ഞത് പ്രചോദനം നൽകപ്പെട്ടില്ല. അതേസമയത്ത് മിസ്കീന് കൊടുക്കാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? മിസ്കീനെ മനസ്സിലാവാൻ ശേഷം പ്രയാസം ഉണ്ടാവും. ഓൻ്റെ ബുദ്ധിമുട്ട് ഓനെ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല. ഓനെ മനസ്സിലാക്കിയെടുക്കാൻ ശേഷം പ്രയാസം ഉണ്ടാവും. മറ്റോ അങ്ങനെ വരും വരി നിന്നിട്ട്, അപ്പം അങ്ങനെ 10 തൊട്ട് എടുത്തു കൊടുത്തിട്ട് വരി ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. മിസ്കീനെ കണ്ടുപിടിക്കാൻ ശേഷം പണി ഉണ്ടാവും. ഓന് കൊടുക്കാനാണ് അമ്രുള്ളത്. ഓനെ തെരഞ്ഞു പിടിച്ച് കൊടുക്കണോനെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുമെന്ന്. അല്ലാത്തവൻ സാഹു നിസ്കാരം നിസ്കരിക്കാൻ. നിസ്കാരത്തിൽ അശ്രദ്ധ വരുന്ന 2ാം വിഭാഗം, വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹല്ല് അവകാശമില്ലാത്തവരാകുന്നു. അതുകൊണ്ട് മിസ്കീനെ പരിഗണിക്കണം. നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാരായ ചിലർക്ക് വൈൽ എന്ന നരകമുണ്ട്, വൈൽ എന്ന ചെരുവുണ്ട്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്നു. അല്ലദീന ഹും യുറാഊൻ, ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് അവർ ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് ജനങ്ങൾ കാണലും കാണാൻ വേണ്ടി ചെയ്യലും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. സക്കാത്ത് കൊടുക്കുന്നത് ആൾക്കാർ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. നിസ്കരിക്കുന്നത് ആൾക്കാർ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. കാണാൻ വേണ്ടി നിസ്കരിച്ചലാണ് കുഴപ്പം. കാണാൻ വേണ്ടി കൊടുക്കലാണ് കുഴപ്പം. കാണാൻ വേണ്ടി ഫേസ്ബുക്കിൽ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്തിനാണ് റൗള ഷരീഫിൻ്റെ അടുത്ത് എന്നിട്ട് സലാം പറയുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നിട്ട് ഫേസ്ബുക്കിലിടാം? എന്തിനാണ്? ചെയ്യണത് ആൾക്കാർ കാണൽ വേറെയും കാണാൻ വേണ്ടി ചെയ്യൽ വേറെയാണ്. നിസ്കരിക്കണത് ഫർളായ ഇബാദത്ത് ചെയ്യണത് ആൾക്കാർ കണ്ടാൽ ഒരു കുഴപ്പമില്ല, കാണണം. ഫർളായ എല്ലാ ഇബാദത്തും പരസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. ഫർളായ നിസ്കാരം പരസ്യമായിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. ഫർളായ ജുമാ പരസ്യമായിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. ഫർളായ നോമ്പ് പരസ്യമായിട്ട് തന്നെ ഒരു കുഴപ്പമില്ല. ഫർളായ ഹജ്ജ് എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ ഹജ്ജിന് പോകുമെന്ന് പറഞ്ഞിട്ട് തന്നെ പോകണ്ടേ, അത് തന്നെയാണ് വേണ്ടത്. ഫർളായ സക്കാത്ത് എല്ലാവരും അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടത്. സുന്നത്തുകളാണ് ആരും കാണാതെ ചെയ്യേണ്ടത്. വലത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞത് സുന്നത്തായ സ്വതക്കയാണ്, അല്ലാതെ സക്കാത്തല്ല. സ്വകാര്യത്തിൽ കൊടുക്കേണ്ട സക്കാത്ത് അത് പരസ്യമായിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെന്താ? ചെയ്യുന്നത് ആളുകൾ കാണലും കാണാൻ വേണ്ടി ചെയ്യലും രണ്ടാകുന്നു. അത് രണ്ടും ഒന്നല്ല. കാണാൻ വേണ്ടി ചെയ്യാൻ പാടില്ല, അവന് ഖുശൂ ഉണ്ടാവില്ല, അവൻ സാഹു നിസ്കാരമായിരിക്കും നിസ്കരിക്കുക. വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കാൻ 3 മിനിറ്റ്
പള്ളിയിൽ നിന്ന് ളുഹർ നിസ്കരിക്കാൻ 5 മിനിറ്റ്, പള്ളിയിൽ നിന്ന് ഏറെ എടുത്ത 2 മിനിറ്റ് ആർക്കുള്ളതാ? അവിടെ നോക്കി നിന്ന് ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും. കാണാൻ വേണ്ടി ചെയ്യലും ചെയ്യുന്നത് കാണലും ഒരുപോലെ അല്ല. ചെയ്യണത് ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല, കാണാൻ വേണ്ടി ചെയ്യണത് കുഴപ്പമാണ്. നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടും, അവൻ സാഹു നിസ്കാരമാകും, നിസ്കാരത്തിൽ അശ്രദ്ധ വരും. അശ്രദ്ധ എന്ന് പറയുമ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധ മാത്രമല്ല കേട്ടോ, നിസ്കാരം അള്ളാ എന്ന് ദൂരെ നിസ്കരിച്ചില്ലല്ലോ ഞാൻ മറന്നു അങ്ങനെ ആകുന്നു, അതും നിസ്കാരത്തിൽ അശ്രദ്ധയാണ്. നിസ്കരിച്ചപ്പോൾ പുട്ടച്ചോടം ചെയ്തു എന്നുള്ളതല്ല, അതും ഒരു അശ്രദ്ധ തന്നെയാണ്. തക്ബീർ കെട്ടിയേക്കിന് മുമ്പ് പുട്ടച്ചോടം തുടങ്ങി, അതൊരു അശ്രദ്ധയാണ്. അത് മാത്രല്ല അശ്രദ്ധ, ഇന്നലെ വിശ്വസ്കരിക്കാൻ മറന്നുകാണ്ടാണ്ട് ഉറങ്ങി, നേരം വെളുത്ത് തുണന്നപ്പോഴാണ് പടച്ചോനെ ഇന്നലെ വിശ്വസ്കരിച്ചില്ലല്ലോ, കാലിൻ്റെ വേദന കൂടിയപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിയതാണല്ലോ, അതും സാഹുവിനാണ്, അതും അശ്രദ്ധയാണ്. അതും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കാര്യം സൂക്ഷിക്കണം, 4 കാര്യം സൂക്ഷിക്കണം. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിത്യോപയോഗ വസ്തുക്കൾക്കാണ് മാഊൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് തടഞ്ഞു വെക്കുന്നവർക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല, സാഹു നിസ്കാരമായിരിക്കും. എടീ മാളോ നിങ്ങളെ കത്തിയും തന്നാണീ എന്ന് പറഞ്ഞാൽ, അല്ലാ ഇന്ന് രാവിലെയാണ് കത്തിൻ്റെ പിടിയാണ് മുറിഞ്ഞത്. നമ്മൾ ചോദിക്കാൻ കാത്തിക്കായിരുന്നു മറ്റോളെ പിടി മുറിയാനേ. നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ അവിടെ ഉപ്പ് കൊടുന്ന് വെച്ചുണ്ടോ, അല്ലാ അന്ന് ഉച്ചക്കാണ് ഉപ്പാണ് തീർന്നത്. ചിരിച്ചണ്ട, അങ്ങാടി പോയി നമ്മൾ അറഫയെ പോയിട്ട് കൈക്കോട്ട് വാങ്ങാണെന്ന് വിചാരിച്ചോളി, കൈക്കോട്ട്. അപ്പോൾ അറഫക്കാരൻ പറഞ്ഞു, അറഫ എന്ന് പറയുന്നൊരു പേര് പറഞ്ഞു ഒന്നുമില്ല കേട്ടോ, കമ്മീഷനൊന്നുമില്ല, പറയാൻ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ കൈക്കോട്ടുണ്ട്, ഇതിന് നിങ്ങളെ പേരേത്തെ അത്യാവശ്യ ഉപയോഗത്തിനാണെങ്കിൽ ഇത് 350 ഉറുപ്പ്യാണ്, അത് കൊണ്ടുപോയിക്കോളി. അല്ല ഒന്ന് നല്ല ആഞ്ഞു കൊത്തണമെങ്കിൽ, വേറെ എന്തെങ്കിലും ആവശ്യം നല്ല കാര്യമായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മറ്റേത് അതായത് 450 ഉറുപ്പ്യാണ്, അത് കൊണ്ടുപോയിക്കോളി. അപ്പം നമുക്കിങ്ങനെ ആലോചിക്കും, നമുക്കിപ്പോൾ നമ്മളെ വരെയാത്ത അത്യാവശ്യം കാര്യം കോഴി എവിടെയെങ്കിലും അപ്പിട്ടാലും ഒന്ന് കോരിടാനൊക്കെ അല്ലേ, അതിനിപ്പോൾ ഒരു 350ൻ്റെത് മതിയായി, അങ്ങനെ ആലോചിക്കാം. 450 വാങ്ങുക, അയൽവാസികൾ ആരെങ്കിലും ഇപ്പോൾ ഒരു കൈക്കോട്ടിൻ്റെ കാര്യത്തിന് വന്നാൽ ഓൽക്കും കൊടുക്കാലോ എന്ന് വിചാരിച്ച് 450ൻ്റെ കൈക്കോട്ട് വാങ്ങിയാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഞ്ഞും നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. അല്ല ഇഞ്ഞിതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ പറഞ്ഞത് ഇതാണ്, ഏത്? വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവർ നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരായി തീരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. കിണറ്റിലെ വെള്ളം ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ, സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ. ഞാൻ അതിന് വലിയ ദർജ ഉണ്ട്, ചെറിയ ദർജയിലുള്ള പറഞ്ഞതാണ്, വലിയ ദർജ ഉണ്ട്. എന്തേ? അരിക്ക് വില കൂടാൻ വേണ്ടി അരി പൂഴ്ത്തി വെക്കുക, ഗോതമ്പ് വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി ഗോതമ്പ് വാത്തു വെക്കുക. നിത്യോപയോഗ സാധനങ്ങൾ വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാത്തു വെക്കുക. നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഓൻ സുബീകരിക്കൂല, ഉറപ്പാ. അങ്ങനത്തെ സുബീകരിക്കൂല. നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവൻ നിസ്കാരത്തിൽ അശ്രദ്ധനായി തീരുമെന്ന് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഖുശൂ ഉള്ള നിസ്കാരം ഉണ്ടായിരിക്കണം. അതിന് 4 കാര്യങ്ങൾ സൂക്ഷിക്കണം. ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കരുത്, നിത്യോപയോഗ വസ്തുക്കൾ തടഞ്ഞു വെക്കരുത്, യതീമിനെയും മിസ്കീനിനെയും പരിഗണിക്കണം. 4 കാര്യങ്ങൾ ഉണ്ടായാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവും. ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, നമ്മളതിൽ ശ്രദ്ധയുള്ള ആൾക്കാരാവണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അതിൽ വലിയ ശ്രദ്ധയാണ് കാണിച്ചിരുന്നത്. അവരിൽ നിന്നാണ് നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത്. അവരാണ് നമ്മുടെ മുൻഗാമികളെന്ന് പറയുന്നത്. അവരാണ് നമുക്ക് മാതൃക നൽകി നടന്നു പോയിട്ടുള്ളത്. നമുക്കിപ്പോൾ ചെറിയൊരു കാരണം കിട്ടിയാൽ മതി കസാലയിലും കരിച്ചാൻ, ചെറിയൊരു കാരണം കിട്ടിയാൽ മതിയല്ലോ. നമ്മളെ സമസ്തൻ്റെ ഖജാൻജി ഉണ്ടായിരുന്നു പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ. പാറന്നൂർ ഉസ്താദ് എന്ന് പറയുന്ന പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ്.
നീച്ച് നിൽക്കാൻ വയ്യാത്ത സമയത്ത് മൂപ്പരെ സന്ദർശിക്കാൻ ചെന്ന ആളുകൾ പറയുന്നുണ്ട്, ഒരു കയറിങ്ങനെ കെട്ടിക്കുകയാണ്, മേലെന്ന് ഉക്കുമെന്നൊരു കയറിങ്ങനെ ഇട്ടിക്കുകയാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറിങ്ങനെ തൂക്കിയിട്ടിക്കുകയാണ്. എന്നിട്ട് അയിമ അങ്ങനെ തൂങ്ങി നിന്നിട്ടാണ് നിസ്കരിക്കുക. നിൽക്കാൻ വയ്യായിട്ടേ ഞമ്മക്ക് ചെറിയരലുമ്മ വെച്ചുത്തിയ മുറി, അതിന് കസാല. അത് ഞാൻ പിന്നെ ഹറമിലൊക്കെ അങ്ങനെ കണ്ടത് എന്ന്. ഹറമിൽ പല നാട്ടുകാരുണ്ട്, വിവരമുള്ളവരും ഉണ്ട്, വിവരമില്ലാത്തവരും ഉണ്ട്, നല്ലോണം വിവരമുള്ളവരും ഉണ്ട്, തീരെ വിവരമില്ലാത്തവരും ഉണ്ട്, പല ആൾക്കാരും ഉണ്ട് അവിടെ. അത് കണ്ടുകാണ്ട് വന്നാണ്ട് വെറുതെ വെജാത്തനെ പറ്റിയിട്ടല്ലോ കേട്ടോ ഈ പറയണത്. വെയ്ക്കണമുണ്ടല്ലോ, പാടത്ത് വരമ്പ് വെക്കാൻ വെയ്ക്കും, നിക്കരിച്ചുമ്പോൾ കസാല കൈക്കോട്ടുണ്ടേ വരമ്പ് എത്താനൊക്കെ വെക്കും മൂപ്പർക്ക്. നിക്കരിച്ചാൽ വന്നാൽ വേദന, കസാല വലിച്ചിട്ട് കണ്ട്. സുന്നത്തുകാരത്തെ പറ്റിയിട്ടും അല്ല ഈ പറയണത്. സുന്നത്ത് വെയ്ക്കണ ആൾക്കും ഇരുന്ന് നിസ്കരിക്കാം. ഫർള് നിസ്കാരം എങ്ങനെ വെയ്ക്കുക വെച്ചാൽ വെയ്ക്കുമ്പോൾ ഒന്ന് നിന്ന് നിസ്കരിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ അത്ര നന്നു. മടി ഇതിനൊക്കെ നമ്മൾ ആനുകൂല്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ശരിക്ക്. ഇതിനൊക്കെ ആനുകൂല്യങ്ങൾ നമ്മളെ നേതാവാണ് പാറന്നൂർ ഇബ്രാഹിം മൗലവി പറഞ്ഞ ആൾ, സമസ്തൻ്റെ ഖജാൻജി. സമസ്തൻ്റെ അഭിമാനം പറഞ്ഞിട്ടാണ് നമ്മൾ നടത്തല്. നമ്മളെ ഖജാൻജി ആയിരുന്ന പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയും നീച്ച് നിൽക്കാൻ വയ്യായിട്ട് കയറുമങ്ങനെ തൂങ്ങി നിന്നിട്ടാണ് നിൽക്കരിച്ചിരുന്നത്. ഓല മധുവും പറഞ്ഞെടുക്കണ നമ്മളെ ചെറിയരലുമ വെച്ചുത്തി മുറിയായതിന് കസാല വലിച്ചിട്ട് കണ്ട് ഇരുന്നാലേ ഒടുക്കെത്തും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തറാവീക്ക് ഇരുന്നോളി, സുന്നത്തിന് ഇരുന്നോളി. ഫർള് നിസ്കാരം നിന്നുങ്ങാണ്ട് നിക്കരിച്ചാൽ വെയ്ക്കണോൻ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഏതാ വെയ്ക്കാത്ത വെച്ചാൽ വെയ്ക്കാത്തതിനിരിക്കാം. സുജൂദക്ക് പോകാൻ വെച്ചെങ്കിൽ അതിന് മാത്രം ഇരിക്കാം. റുക്കൂ വെച്ചെങ്കിൽ അതിന് മാത്രം ഇരിക്കാം, സലയിൽ ഇരിക്കാം. വെയ്ക്കാത്തതിന് ഇരിക്കാം എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കരുത്. എനിക്ക് വെയ്യാന്ന് തോന്നിയാൽ പിന്നെ വെയ്ക്കൂല, എനിക്ക് വെയ്ക്കുമെന്ന് തോന്നിയാലേ വെയ്ക്കുള്ളൂ. വെജ്ജാന്ന് തോന്നിയൊരു കാര്യത്തിന് നമുക്ക് പിന്നെ വെയ്ക്കൂല. അതുകൊണ്ട് നമുക്ക് വെയ്ക്കുമെന്ന് തോന്നണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്ക് എത്ര ശ്രദ്ധയുണ്ടോ അതാണ് ഈമാൻ്റെ കാര്യത്തിലെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഈമാൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ ശ്രദ്ധയാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും വാതിലിൻ്റെ അരികിലൂടെ, നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ വാതിലിൻ്റെ അരികിലൂടെ ഒരു നല്ല ശുദ്ധജലമുള്ള നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളിൽ നിന്ന് ഒരാൾ ആ നദിയിൽ ദിവസവും 5 പ്രാവശ്യം കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ബാക്കിയാവൂല. എന്നാൽ അതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇനി സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരത്തിലുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാണ് സുന്നത്ത് നിസ്കാരം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഫർളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സുന്നത്ത് നിസ്കരിക്കണം. മിനിമം സുന്നത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. മിനിമം സുന്നത്ത് 10 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, അസറിൻ്റെ മുമ്പ് 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2. അസറിന് മുമ്പില്ല. ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. മിനിമം 10 റക്അത്ത് സുന്നത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. 1 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കണം. 3 നല്ലത്, ഇല്ലെങ്കിൽ 1 നിസ്കരിക്കണം. അങ്ങനെ മിനിമം സുന്നത്തുകൾ. അൽ വിത്റു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം എന്നാണ് നമ്മളെ മദ്ഹബിൽ. വിത്ർ നിസ്കാരം മുഅക്കദായ സുന്നത്ത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിൽ വിത്ർ നിസ്കാരം വാജിബ്. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ വാജിബും ഫർളും 2ആണ്, 1അല്ല. നമ്മളെ മദ്ഹബിൽ വാജിബും ഫർളും 1ആണ്. വാജിബ് എന്ന് പറഞ്ഞാലും ഫർള് പറഞ്ഞാലും നമുക്ക് 1ആണ്. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഫർള് വേറെയും വാജിബ് വേറെയാണ്. അതുകൊണ്ട് നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾ ഫർളാണ്, വിത്ർ വാജിബാണ്, എന്തായാലും ചെയ്തിരിക്കേണ്ടതാണ്. ഫർളിൻ്റെ അത്ര തന്നെ ഇല്ലാത്ത നിർബന്ധം എന്നാണ് വാജിബിൻ്റെ അർത്ഥം. അതുകൊണ്ട് 1 റക്അത്തെങ്കിലും ചുരുങ്ങിയത്, എന്നും 1 റക്അത്താക്കൽ കറാഹത്താണ്. ഇടയ്ക്കൊക്കെ 3 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെയെങ്കിലും നമ്മൾ മിനിമം സുന്നത്തുകളെങ്കിലും നിസ്കരിക്കുന്നവരായിരിക്കണം. അപ്പം നമ്മളെ ഫർദിലുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഓരോ കൊല്ലം കഴിയും തോറും
നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ മാറ്റം വരണം. അപ്പോൾ ഇക്കൊല്ലത്തെ റമദാനിൽ ഒരു പുതിയ മാറ്റത്തിന് തീരുമാനിക്കണം. ഞങ്ങളോട് പറഞ്ഞു തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ പറ്റിയ മാസമാണ് റമദാൻ മാസം. എന്തായാലും നമ്മൾ സുബഹിൻ്റെ മുമ്പ് നീക്കും. ഈ റമദാനിലാണ് തുടങ്ങിയവർ ഒളു ദായിമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാൻ ഷരീഫ് കൊണ്ട് നമുക്കുണ്ടായാൽ ആയുസ്സിലെ ഒരു കൊല്ലം മുതലായി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആയുസ് ഇങ്ങനെ പോകും. ഒരു പുതിയ റമദാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ആയുസ്സൊന്നൊരു കൊല്ലം പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. വാച്ചിൽ സൂചി പോകും പോലെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് 7 ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ആകെ ഒരാഴ്ചയേ ഉള്ളൂ. ഇന്നലെയും വെള്ളിയാഴ്ചയാണ്, ഇന്നും വെള്ളിയാഴ്ചയാണ്, നാളെയും വെള്ളിയാഴ്ചയാണ്, എന്നും വെള്ളിയാഴ്ചയാണ്. തുണികുപ്പായം തിരുമ്പാൻ നേരമില്ല, കുളിക്കാൻ നേരമില്ല, നഖം മുറിക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. ഇങ്ങനെ വാച്ചിൻ്റെ സൂചി പോലെ കാലഘട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചാലേ ഉള്ളൂ. ഉള്ള കാലം ആബിദീങ്ങളായി, ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഈമാനുള്ള മുഅ്മിനീങ്ങളായി, ഈ കാലഘട്ടത്തിലെ ഏറ്റവും തഖ്വയുള്ള മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൽ തവക്കുലായി വർദ്ധിച്ച സബറോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ളവരാവണം. അവനാൻ്റെ മക്കളെ അവനാൻ തന്നെയാണ് നോക്കേണ്ടത് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. മക്കൾക്ക് വേണ്ടി എല്ലാവരും നല്ലോണം മനസ്സറിഞ്ഞ് ദ്വാരക്കണം. നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും തഹജ്ജുദിൻ്റെ ശേഷവും ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും ദ്വാൻ്റെ അത്ര മക്കൾക്ക് ഉപകാരമുള്ള മറ്റു ദ്വാകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ സമൂഹം അമർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സങ്കടം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളെ കുട്ടികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ശ്രദ്ധിക്കണം. ഒരു നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് വലിയ ആളെ കുട്ടിയാണെങ്കിലും കേടുവരാൻ ഒരു ചെറിയ കൂട്ടുകെട്ട് കേടെന്നാലും മതിയാവും. അതുകൊണ്ട് നമ്മളെ കുട്ടി വലുതന്നെയാണെങ്കിലും ശ്രദ്ധിക്കാതിരിക്കാൻ അത് കാരണമാകരുത്. പ്രണയത്തിൻ്റെ, പ്രേമത്തിൻ്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് ഇന്ന് സമൂഹം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമുസ്ലിങ്ങളുടെയും അല്ലാത്തവരുടെയും കൂടെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനം വിരൽ കടിക്കേണ്ട ഒരു സന്ദർഭം വരാതിരിക്കാൻ വേണ്ടി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധയുള്ളവരായിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാഫിയായ ഇൽമ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ.